ഈശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ കേട്ടോ. എല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. തീർച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം ഈ പ്രകാരമാണ് നാം വായിക്കുക. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? അതിനുശേഷം 35-ാം വാക്യത്തിൽ പറയാണ്, ക്ലേശമോ ദുരിതമോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും നീ പേടിക്കണ്ടെന്ന്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ ആശ്രയവും സങ്കേതവുമാണ്, ഞാൻ ആരെ പേടിക്കണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യമാണ്, സുരക്ഷിതത്വമാണ്, നമുക്ക് ആരെയും പേടിക്കേണ്ടതില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ കന്യകാമറിയത്തിന് തൻ്റെ പ്രിയപ്പെട്ട അമ്മ, ആ അമ്മയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ മുതലേ തന്നെ വ്യാകുലങ്ങളാണ്. 7 വ്യാകുലങ്ങളുണ്ടായി. 7 വ്യാകുലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത്, 1, ശിമയോൻ കർത്താവിനെ കയ്യിലെടുത്തുകൊണ്ട് പരിശുദ്ധ മാതാവിനോട് പറഞ്ഞ വാക്കുകൾ, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞ ആ കാര്യം. 2-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ഈജിപ്തിലേക്ക് ഉണ്ണിയേശുവിനെ വഹിച്ചു കൊണ്ടുപോയ യാത്ര. 3-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ലൂക്ക് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന 12-ാം വയസ്സിൽ കാണാതെയായത്. 4-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് കർത്താവായ ഈശോയെ കാൽവരിയിലേക്കുള്ള യാത്ര മധ്യേ കണ്ടുമുട്ടിയത്. അതുപോലെ തന്നെ 5-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് തമ്പുരാൻ കർത്താവിനെ കുരിശിൽ കിടത്തിയത്, അല്ലെങ്കിൽ കുരിശിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന. 6-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ആ കർത്താവിന് സ്വന്തം പൊന്നുമകനെ ഒരു വാഴത്തണ്ട് പോലെ ശരീരം തണുത്ത് വിറങ്ങലിച്ച ആ ശരീരത്തെ തന്നെ മടിയിലേക്ക് എടുത്തു വെച്ച, സ്വന്തം പെറ്റം എടുത്തു വെച്ച സംഭവം. 7-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് സ്വന്തം മകനെ കല്ലറയിൽ, കടം മേടിച്ച കല്ലറയിൽ അടക്കം ചെയ്ത, സംസ്കരിച്ച ആ വ്യാകുലം. എങ്കിൽ പോലും ഇത്രമാത്രം 7 വ്യാകുലുണ്ടായിട്ട് പോലും യേശു ക്രിസ്തുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ഇത്രമാത്രം സ്നേഹിച്ച ആ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ഈ 7 വ്യാകുലങ്ങളിൽ ഏറ്റവും വലിയ വ്യാകുലം എന്താണെന്ന് അറിയോ? യേശു ക്രിസ്തുവിനെ കാണാതായ വ്യാകുലമാണ്. അത് ലൂക്ക് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ 12-ാം വയസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട യേശു ക്രിസ്തുവിനെയും ചേർത്തുകൊണ്ട് ഔസേപ്പിതാവിനോടൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യവേ അവിടെ വെച്ച് യേശു ക്രിസ്തുവിനെ കാണാതായപ്പോൾ ആ പരിശുദ്ധ അമ്മ 3 ദിനരാത്രങ്ങൾ കർത്താവിനെ അന്വേഷിച്ച് നടന്നു. കാരണം മറ്റേത് വ്യാകുലങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ വിഷമതയുണ്ടാക്കിയത് ഈ വ്യാകുലമാണ്. കാരണം മറ്റേത് വ്യാകുലങ്ങളിലും കർത്താവ് കൂടെയുണ്ട്, മറ്റെല്ലാ വ്യാകുലങ്ങളിലും കർത്താവ് കൂടെയുണ്ട്. കാരണം ഒന്നല്ല, കർത്താവ് കൂടെ മടിയിലുണ്ട്, അതുപോലെ തന്നെ കർത്താവായ ഈശോ കാൽവരി മലയിലുണ്ട്, കുരിശിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഈ ഒറ്റ കാര്യത്തിൽ മാത്രം കർത്താവ് കൂടെയില്ല. കർത്താവ് ജെറുസലേമിലാണ്, കർത്താവ് അകലങ്ങളിലാണ്. ആ സമയത്ത് യേശു ക്രിസ്തുവിനെ കാണാതായപ്പോൾ ആ അമ്മ വേദനിച്ചു, ചങ്ക് വേദനിച്ചു. ആ അമ്മ 3 ദിവസം യേശു ക്രിസ്തുവിനെ കണ്ടുകിട്ടുവോളം അന്വേഷിച്ച് നടന്നു. അതിനുശേഷം കണ്ടുകിട്ടിയപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീയും അല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് നിന്റെ അപ്പനും അല്ലെങ്കിൽ ഞാനും എത്രയോ പ്രാവശ്യം അന്വേഷിച്ച് നടന്നെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഭയമില്ല. അതുകൊണ്ട് കർത്താവിനെ ചേർത്ത് പിടിച്ചാൽ നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരണേ. 1, നിന്റെ ജീവിതത്തിൽ ഭയമുണ്ടാകില്ല. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നീ ഭയവും ഉണ്ടാവില്ല. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യഗണത്തോട് ഒരുമിച്ച് വള്ളത്തിൽ യാത്ര ചെയ്യവേ ശക്തമായ കാറ്റും കോളും വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ നോക്കിയപ്പോൾ യേശു ക്രിസ്തു ക്ഷീണിതനായി കിടന്നുറങ്ങുകയാണ്. അവർ പേടിച്ചേരണ്ട്, ഒന്ന് ഉറങ്ങിപ്പോഴേക്കും അവരൊക്കെ മനസ്സ് വേദനിച്ചു. ആ ശിഷ്യഗണം എഴുന്നേറ്റ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയണം, കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങൾ രക്ഷിക്കണമേ.
ആ പാവം കർത്താവ്, ക്ഷീണിതനായി കിടന്നിരുന്ന കർത്താവ് എഴുന്നേറ്റ് ആദ്യം അവർ ശാസിക്കല്ല ചെയ്തേ, നേരെ കാറ്റിനെയും കടലിനെയും ശാസിച്ചുകൊണ്ട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഭയമില്ല. നമ്മുടെ കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും വിജയം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുപോക്കില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു മരിച്ച് ആ ഒരു നിമിഷം, കർത്താവായ ദൈവം കുരിശിൽ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിപ്പോയി എന്ന് തോന്നിയ ആ നിമിഷത്തിൽ ശിഷ്യഗണത്തിലെ ശിമിയോൻ പത്രോസ് പറയുകയാണ്, ഞാൻ എൻ്റെ പഴയ പണിക്ക് പോകുകയാ. എന്താണ് അത്? മീൻപിടുത്തമാണ്. ഞാൻ തിരിച്ചു പോകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ശൂന്യതയാണ്. നിങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചുവല്ലോ. ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആചരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ദുഃഖമുണ്ട്. എന്താണെന്നറിയോ? ആ ദിവസത്തിൽ പ്രപഞ്ചം മുഴുവനും ദുഃഖിതമായിരിക്കുന്ന അവസ്ഥയെ. ആരും മരിച്ചു, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരും മരിച്ചു, കർത്താവില്ല. അതൊക്കെ നമ്മുടെ മനസ്സിൽ വലിയ ശൂന്യതയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയമില്ല, നമുക്കൊരു ധൈര്യം ഉണ്ടാകുകയാണ്. ഇവിടെ ശിമിയോൻ പത്രോസിന് സംഭവിച്ചത്, അവൻ പഴയ പണിക്ക് പോവുകയാണ്. എന്താ? കർത്താവ് കൂടിയില്ല. ഇന്ന് പല മനുഷ്യരും കർത്താവിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ വരുമ്പോൾ, ദൈവികമായി ചിന്തയില്ലാതെ വരുമ്പോൾ നമ്മളൊക്കെ പഴയ പണിക്ക് പോകും, പഴയയിലേക്ക് പോകും. നിങ്ങൾ തിരിച്ചറിയണം. ലൂക്ക് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ സ്വന്തം അപ്പനിൽ നിന്ന് വിടവാങ്ങിപ്പോയപ്പോൾ എന്താ സംഭവിച്ചേ? വേറെ ഒന്നല്ല, സ്വന്തം അപ്പൻ്റെ സ്ഥാനത്ത് വേറൊരു യജമാനൻ കയറി വന്നു. സ്വന്തം വീടിൻ്റെ സ്ഥാനത്ത് പന്നിക്കൂട് കയറി വന്നു. കൂട്ടുകാരുടെ സ്ഥാനത്ത് പന്നികൾ കയറി വന്നു. സുഭിക്ഷമായ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് പന്നികൾക്ക് കൊടുക്കേണ്ട തവിടായിട്ട് മാറി. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവന് ഒന്നും കിട്ടാതെ പോയി. കർത്താവിനോട് കൂടെ നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതം സുഭിക്ഷമായി തീരുകയാണ്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. മൂന്നാമത്തെ കാര്യം, കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ധൈര്യം ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, അവിടെ യോധാം എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. യോധാം, അവിടെ 26, 27 അധ്യായങ്ങൾ വായിച്ചു നോക്കുക. അവിടെ യോധാം എന്ന് പറയുന്ന ഒരു രാജാവാണ്. ആ രാജാവ് കർത്താവിന് ഇഷ്ടപ്പെട്ടൊരു മകനായിട്ടാണ് ജീവിച്ചത് കേട്ടോ. കർത്താവിന് ഇഷ്ടപ്പെട്ടൊരു മകനായിട്ടാണ് ജീവിച്ചത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ യോധാം നന്നായി കർത്താവിനെ സ്നേഹിച്ചപ്പോൾ യോധാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ്. കർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്ത് യോധാം ജീവിച്ചപ്പോൾ യോധാമിൻ്റെ ജീവിതം പ്രബലമായി എന്ന് പറഞ്ഞാൽ ശക്തി പ്രാപിച്ചു, നല്ല ധൈര്യം ഉണ്ടായി, കൃപയുണ്ടായി. ഈ കുട്ടികൾ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് പരീക്ഷ എന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷയ്ക്കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, IELTS, OTS എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരുപാട് മക്കളൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തമ്പുരാന് ചേർത്ത് പിടിച്ച് നോക്കിയേ. അവിടെയൊക്കെ നിങ്ങളുടെ ജീവിതം പ്രബലമാകുന്ന വിജയം ഉണ്ടാകും, കൃപയുണ്ടാകും. അതുകൊണ്ട് കർത്താവിനെ ചേർത്ത് പിടിക്കുക. അവിടെ തന്നെ മറ്റു രാജാവിനെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ജോസിയ എന്ന് പറഞ്ഞ രാജാവാ. കർത്താവിൽ നിന്ന് അകന്നു പോയപ്പോൾ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം വന്നു എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. കുഷ്ഠം വന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനെ ചേർത്ത് പിടിക്കുമ്പോൾ അവന് സൗഖ്യം ഉണ്ടാകുന്നു, അവൻ്റെ ജീവിതം പ്രബലമാകുന്നു. നാലാമത്തെ കാര്യം, കർത്താവ് അകന്നു പോയാൽ ചിലപ്പോൾ മരണം സംഭവിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിലാണ് കർത്താവിന് ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോത്തിന്റെ ജീവിതം പറയണേ. കർത്താവ് അകന്നു പോയപ്പോൾ യൂദാസിന് തോന്നി 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തതാണ്. ഈ 30 വെള്ളിക്കാശിന് ഇനി വിലയില്ല, അതിനൊക്കെ വിലയുള്ളൊരു കാര്യത്തിനാണ് ഞാൻ വിട്ടുകൊടുത്തേ. 30 അല്ല, 3000 അല്ല, 3 ലക്ഷമല്ല, എത്രമാത്രം വെള്ളി നാണയം കൊടുത്താലും തിരിച്ചു കിട്ടാത്ത മഹാസ്നേഹത്തെയാണ് ഞാൻ ഒറ്റിക്കൊടുത്തേ. അതുകൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. കർത്താവിന് അകന്നു പോയപ്പോൾ അവന് സ്വന്തമായിട്ടുണ്ടായത് ഒരു ഒരു കയറ് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ യൂദാസ് ആ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞിട്ട് തമ്പുരാൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നിരുന്നെങ്കിൽ, തമ്പുരാൻ കർത്താവിൻ്റെ പ്രത്യേകത ഉണ്ട്. വാങ്താൻ പറയുന്നൊരു വാചകമുണ്ട്. കർത്താവിന് 5 കുറവുകളുണ്ട്. എന്താണെന്ന് അറിയട്ടെ? അതിൽ ഒന്നാമത്തെ കുറവ്, കർത്താവിന് ഭയങ്കര മറവിയാണ്. താൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭയങ്കരമായ പാപിയാണെങ്കിലും കർത്താവ് ആ കാര്യം മറന്നുപോകും. കർത്താവ് ഓടി ചെന്നിട്ട് ആ മകനെ കെട്ടിപ്പിടിക്കും, സ്നേഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ആ കർത്താവിൻ്റെ അടുക്കൽ യൂദാസ് എത്തിച്ചേർന്നിരുന്നെങ്കിൽ ഇന്ന് 12 ശിഷ്യന്മാരുടെ ഗണത്തിൽ അല്ലെങ്കിൽ നിരവധി ദേവാലയങ്ങളിൽ വിശുദ്ധ യൂദാസ് കറിയത്തയുടെ രൂപം ഉണ്ടാകുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് തിരിച്ചു ചെല്ലാനുള്ള വലിയ നിയോഗം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ചെന്നില്ല. അവൻ്റെ ജീവിതം അധപതിച്ചു. അവൻ്റെ ജീവിതം മരണത്തിലേക്ക് അവസാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് നിന്നോളൂ കേട്ടോ. 5-ാമത്തെ കാര്യം, കർത്താവിനോട് ചേർന്ന് നിന്നാൽ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഞാൻ എല്ലാ ദിവസവും ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു സങ്കീർത്തനം ഉണ്ട് കേട്ടോ. അത് സങ്കീർത്തനം 91. ഞാൻ മംഗലപ്പുഴ, ആലുവ മംഗലപ്പുഴ സെമിനാരിൽ പഠിച്ചേ. ഗോത്തിക് ആകൃതിയിൽ പണിയപ്പെട്ട ആ വളരെ മനോഹരമായ പുണ്യപ്പെട്ട ദേവാലയത്തിൽ റംശയും ലിലിയും തുടങ്ങിയുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ സങ്കീർത്തനങ്ങളുടെ ഒരു മുഴക്കുണ്ട്. ആ ദേവാലയം മാത്രം അല്ലെങ്കിൽ എല്ലായിടും മുഴുങ്ങുന്ന ഒരു ശബ്ദം. അവിടെ വെച്ച് സങ്കീർത്തനം ചൊല്ലുമ്പോൾ ഓരോ സങ്കീർത്തനങ്ങളും നമ്മുടെ ചങ്കിക്കൊള്ളുന്ന ശബ്ദം എന്ന് പറഞ്ഞ് വളരെയധികം ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന വരികളാണ്. അതിൽ സങ്കീർത്തനം 91 ചൊല്ലുന്ന സമയമുണ്ട്. അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എന്ന് തുടങ്ങുന്ന ഒരു സങ്കീർത്തനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു സങ്കീർത്തനം ചൊല്ലുമുണ്ടല്ലോ, നമുക്കുണ്ടാകുന്നൊരു സുരക്ഷിതത്വ ബോധമുണ്ട്. കാരണം കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധമാണ്. കർത്താവ് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ബോധമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന് നിന്റെ ജീവിതത്തെ ബലപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, നിന്റെ ജീവിതത്തിൽ ഭയമുണ്ടാകില്ല. നിന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചു പോക്കുണ്ടാകില്ല. നിന്റെ ജീവിതത്തിൽ യൂദാസ് കറിയത്തയുടെ പോലെ ഒരു അധപതിച്ച ജീവിതത്തിലേക്ക് നീ പോകില്ല. 4-ാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ നല്ലൊരു ധൈര്യം വരും. യോധാമൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ നിന്റെ ജീവിതത്തിൽ നല്ല ധൈര്യം വരും. 5-ാമത്തെ കാര്യം, നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വാഹനത്തിൽ, പ്രത്യേകിച്ച് ബൈക്കിൽ യാത്ര ചെയ്യവേ വലിയൊരു അപകടം എൻ്റെ ജീവിതത്തിലുണ്ടായി. വലിയൊരു അപകടം. പക്ഷെ ദൈവം എങ്ങനെയാണ് എന്നെ നയിച്ചത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം പലപ്പോഴും ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കൊന്ത ചൊല്ലിയിട്ടാണ് പോകുക. എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചത് എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ദൈവികമായ ചിന്തയിലൂടെ ജീവിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ദൈവികമായ വിചാരത്തോടു കൂടി ഇറങ്ങിത്തിരിക്കണേ. നിങ്ങളൊക്കെ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് കുരിശ് വരച്ചിട്ടൊന്ന് ആരംഭിച്ചോണേ. നിങ്ങളൊരു തൂമ്പ കയ്യിലെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുരിശ് വരച്ചുകൊണ്ട് ആരംഭിച്ചോണേ. നിങ്ങളുടെ അടുക്കളപ്പടയിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അരി എടുക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങളൊന്ന് കുരിശ് വരച്ചുകൊണ്ടൊന്ന് ആരംഭിച്ചോണേ. നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒക്കെ തമ്പുരാന് മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോണേ. തമ്പുരാൻ കൂടെ ഉണ്ടാകുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ വലിയൊരു വിജയം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ചേർത്ത് നിർത്തി നിന്റെ ഒരു കൂട്ടുകാരനായി, നിന്റെ ഒരു ഗുരുവായി, നിന്റെ ഒരു അപ്പച്ചനായി, നിന്റെ ഒരു കൂട്ടുകാരനായി സ്വീകരിക്കുമ്പോൾ ആ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകുകയും നിന്റെ ജീവിതത്തിൽ വലിയൊരു വിജയം തരികയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ മുമ്പിൽ കൈകൂപ്പി പിടിച്ചുകൊണ്ട് നല്ല ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥന നിർഭരായിരിക്കാം. അതായത്, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇടപെടണമേ. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഭയമില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ ധൈര്യം വരും. ഞാനൊക്കെ പല വിധത്തിലുള്ള പരീക്ഷകൾ എഴുതാനുണ്ട്, ജോലികൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, വാഹനം ഓടിക്കുന്നവരാണ് ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ വലിയ വലിയ സുരക്ഷിതത്വ കുറവായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുമാണ്. നല്ല തമ്പുരാനെ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഞങ്ങൾക്ക് വലിയ ധൈര്യമാണ്. ഞങ്ങളുടെ മാംസപേശികൾക്ക് ബലമാണ്. ഞങ്ങളുടെ രക്തത്തിന് ഓട്ടം കിട്ടുന്നു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം കിട്ടുന്നു, മനസ്സിന് ശക്തി കിട്ടുന്നു, ഞങ്ങളുടെ ശരീരത്തിന് ബലം കിട്ടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ മുമ്പിൽ കൂടെ ആയിരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നല്ല ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിന് വലിയ ബലവും ശക്തിയും ഓജസ്സും കൃപയും ഒക്കെ തരണമേ. അതുവഴി ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.